വാട്ട് വ്യൂ. ആ 0.6 ഇടടാ. 0.6 0.6 വ്യൂ നല്ല അടിപൊളിയായിട്ട്. ഇവിടെ ഉള്ളിൽ പിടിയുണ്ടാ കരേന്റെ വേണ്ടത്തേക്കെല്ലാം പോയി ഗൈസ്. മൊബൈല് നോക്കി എന്റെ മുമ്പിൽ വരരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി സൺഡേ വ്ളോഗാണ്. സൺഡേ വ്ളോഗിന് എനിക്ക് ഇന്നലെ എടുത്ത വീഡിയോസ് കുറച്ച് എടുത്ത് തീർന്നിട്ടില്ല. അതാണ് ഇന്ന് പരിപാടി. കുറെ നാൾ കൂടി ഞാനും ജീര് കൂടുകൂടെ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ടച്ചൊക്കെ വിട്ടുപോയി. ആക്സിലറേറ്ററും ബ്രേക്കും ഏതാന്ന് അറിയില്ല. ഒരു കാൽക്കുലേഷൻ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് രാവിലെ കുറച്ച് നാളായിട്ട് ഇപ്പൊ രാത്രി ജിം ആയതുകൊണ്ട് രാവിലെ എണീക്കുമ്പോ കുറച്ച് 7:30 ആകുമ്പോഴാണ് എണീക്കാറ്. അപ്പോ അതിനു മുമ്പ് ഇന്ന് 8 മണിയാണ്, 8:30 ആണ് എണീറ്റാണെങ്കിലും കാറും കൊണ്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ മറ്റേ ഇത് ഉണ്ടായില്ല, നമുക്ക് പെട്രോൾ ഉണ്ടായില്ല. കുറെ നാള് ഷെഡിൽ തന്നെ ആയിരുന്നല്ലോ. ഇത് സ്റ്റാർട്ട് ആവൂന്നാണ് പേടിയായിരുന്നത്. പക്ഷെ സ്റ്റാർട്ട് ആയി ഭാഗ്യം. അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് റൗണ്ടിന് വന്നതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ഫസ്റ്റ് പരിപാടി. ഇന്ന് രാവിലെ എണീറ്റപ്പോ ഫസ്റ്റ് ചെയ്തത് ഈ ഒരു ഡ്രൈവിംഗ്. അപ്പൊ കുറെ നാളായിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരില്ലേ, ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ. ഓക്കെ, അപ്പൊ അടുത്ത പരിപാടിക്ക് കാണാം. പക്ഷെ ഇന്ന് നല്ല നീറ്റ് ആൻഡ് നല്ലൊരു വെതർ അല്ലേ? ഇത് അടിപൊളി വെതർ. തെങ്ങുകൾ മാത്രം കിട്ടണേ. ക്ലറ്റിൽ കാല് വെച്ചിട്ട് വേണം. ഇത് ഹാൻഡ് ബ്രേക്ക് ഇട്ടതില്ല, റിലീസാക്കിപ്പോ സാരമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. ക്ലച്ച് മാറ്റാം, ഗിയർ മാറ്റാം. അതിന്റെ മക്കളെ ജീവൻ കൊണ്ടെങ്കിൽ മെല്ലെ മെല്ലെ കൊടുക്കും. അവിടെ നടുവത്തിലെ കൊണ്ടുവച്ച് കൊണ്ടുവയ്ക്കേ ഗേറ്റിന്. ഗ്ലാസും മിറർ ഇങ്ങനെ കറക്റ്റാ നോക്കീനല്ലോ ഡിയർ. അവിടെ പുറപ്പെട്ടു നോക്കാന്നാ. ശരിക്കും നല്ലൊരു അടിപൊളി വെതറാണ് ഇന്ന്. ടീന അപ്പോ നമ്മള് ഒരു ഡ്രൈവ് വരുമ്പോ ഒരു ഈ സീറ്റ് ഷിഫ്റ്റ് ആകെ ലോറി ഷിഫ്റ്റിങ് വരുന്നത് ഹെലിപ്പാഡിൽ നിന്നാണ്. ലോറി വരുന്നുണ്ട്. പോകാതെ നീ അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പുകളിലേക്ക് നമ്മുടെ അച്ചാറിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ സ്റ്റിക്കർ റെഡിയാക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജായ്ബീസിൻ്റെ സ്റ്റിക്കർ. പിന്നെ ഉമ്മയും ഉള്ള സമയത്ത് അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ജമീനുള്ള സമയത്ത്. ഇപ്പോൾ ആരും ഇല്ലല്ലോ എന്ന് വെച്ച് നമുക്കിത് നിർത്തിയിടാനും പറ്റില്ല. ആൻഡ് ഒബ്വിയസ്ലി ഇതൊരു ഹെൽപ്പ് തന്നെയാണ്. ഫിനാൻഷ്യലി നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് തന്നെയാണ്. മാത്രമല്ല നമ്മളിൽ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റാഗ്നൻസി പോലെ ഒന്നും ചെയ്യാണ്ട് ആയി പോവുമല്ലോ, അത് ഇല്ല. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ജാസ്മിനൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് പറിച്ചെടുക്കാം. ഇത് നല്ല സ്മെല്ലാണ്. മാത്രമല്ല കുറേ ഇതളുകളുള്ള ഒരു ജാസ്മിനാണ്. ഇതിവിടെ നട്ടിപ്പോൾ കുറേ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, കായുണ്ടായിരുന്നു. സോറി, അതിൻ്റെ ഒരു മറ്റേ പൂവുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറവുണ്ടെന്ന് തോന്നിട്ടല്ലേ, എല്ലാറ്റിലൊന്നും മൊട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഇവിടെയൊക്കെ ചെടിയുണ്ട്. എനിക്കിവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം, കാര്യം ഞാൻ ഈ വരാന്ത ഒട്ടും യൂസ് ചെയ്യുന്നില്ല. പിന്നെ
ഇതിലെ ചെടി ഉണ്ടായിരുന്നു ഗൈസ്. ആ ചെടി മൊത്തം ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പോയി, അതും പോയിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ ചെടി വെക്കാൻ, ലൈവ് ചെടി വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. പക്ഷെ ലൈവ് ചെടിക്ക് ഒരു രസമുള്ളൂ. ഓക്കെ, ഇതൊക്കെ ബൊഗെയിൻവില്ല, ഒരു ചക്ക വീണതാ. ബൊഗെയിൻവില്ലയുടെ പല കളറാണ്. ഇത് ലാവൻഡർ കളർ, പക്ഷേ ഇതിനൊന്നും പൂവില്ല. അപ്പം അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എനിക്ക്. ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കണ്ടു ഞാൻ ഡംപ് ചെയ്ത കുറേ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ, തേക്കുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇതൊക്കെ അയ്യോ ഇതാണോ? എനിക്കിതൊന്ന് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അച്ചാർ കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ ഒരു 4-5 ഷോപ്പിലേക്ക് കൊടുക്കാനുണ്ട്. അത് ഞാൻ ആ ഒരു ടൈം കൊണ്ട്, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റെമിൻ ഉറങ്ങുവാണ്, ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കൊടുക്കേണ്ട ഷോപ്പുകളിലേക്കുള്ള കവറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കൊടുത്തിട്ട് വേറൊരു പരിപാടിയുണ്ട്. ഒരു സെക്കൻഡ്. അപ്പോൾ കൊടുത്തിട്ട് നമ്മുടെ അടുത്ത പരിപാടി ചെയ്യാം എന്ന് വെച്ചു. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾറെഡി ചെയ്ത് വെച്ചിട്ട് പോയതായിരുന്നു, ഓരോ കടയിലേക്ക് എത്രയാണെന്നുള്ളത്. അത് ഞാൻ പോയിട്ട് വരാം. ഞാൻ എൻ്റെ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരാളെ വിളിക്കാവുന്നതാണ്. ഇവിടെ സൂമിട്ടെ, സിമെന്റ് അവൈലബിൾ ആണ് ഇവിടെ. ജീനനെ വിളിക്കാൻ വന്നപ്പോൾ ജീനയ്ക്ക് ഒരു ലോഡ് പണി ഇവിടെ. അപ്പോൾ ജീനയ്ക്ക് വരാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ കഴിഞ്ഞ സൺഡേ എന്തോ പണി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സക്കീർക്ക ജീനനെ വിടുന്നില്ല ഗൈസ്. ഞാൻ പോയിട്ട് വരണമെങ്കിൽ നിപ്പാനോ? ഓ ശരി ശരി. ഇപ്പൊ കഴിഞ്ഞു ഏതാ? അങ്ങനെയാണെങ്കിൽ ഒരു ഷോപ്പ് കൂടി ബാക്കിയുണ്ട്. അത് ഈ വഴിയാണ് പോകുന്നത്, ജീനയുടെ ഈ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് ജീനനെ പൊക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ആള് ബിസിയാ. കുറെ കുട്ടാ പീസ് വന്നിട്ടുണ്ട്. വ്ളോഗേഴ്സ് ആണോന്ന് ചോദിച്ചു. എവിടെ കോടണ്ടേ? ഞാൻ അച്ചാർ കൊടുക്കാൻ വന്നായിരുന്നേ. അപ്പൊ ഇവിടെ നിന്ന് കുറേ പിള്ളേർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആറ് ശരി എന്നാ. എല്ലാരും പേരെന്നെ? സുബൈബ്. കുറെ കുട്ടി ഫാൻസ് ആണ് എന്റെ വീഡിയോ, അല്ലെങ്കിൽ കുട്ടീസേ ഉള്ളൂ ഓഡിയൻസ് ആയിട്ട്. ബൈ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഡെലിവറിയും കഴിഞ്ഞു. ബൈ. ഹലോ, അങ്ങനെ ഞാനേ സലാഹിന്റെ വീട്ടിലേക്ക് വന്നു കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കട്ടെ. എനിക്ക് മുരിങ്ങ പൗഡർ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കൊച്ചി പോവുകയാണെങ്കിൽ ഉമ്മക്ക് കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കറിക്കൊക്കെ ഇതിൻ്റെ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. Okay. ഓക്കെ, അപ്പം മുരിങ്ങയൊക്കെ കളക്ട് ചെയ്തു കേട്ടോ ഇവിടുന്ന്. കളക്ട് ചെയ്യാതിരിക്കലാണ്. വന്ന സ്ഥിതിക്ക് ഇതൊക്കെ അടിച്ചു വാങ്ങിട്ട് മിനിറ്റ് 10
10 മിനിറ്റിലേക്ക് ജാമ്യം. വീണ്ടും ജീനനെ പിക്ക് ചെയ്യാൻ വന്നു. ഇതോ സ്റ്റാർട്ടിലാണ്, ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി. അതെ, ചേച്ചി ഒന്ന് മാറും. ചേച്ചിനെ ഫോണെടുക്കും. ശരി ഒരു പ്ലാൻ അല്ലോ ഇങ്ങനെ പറ്റതാ നീ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു ബിസ്മിലേക്ക് പോയിപ്പോ ഉച്ചക്ക് പോയിട്ടുണ്ട്. ഉച്ചക്ക് ഇന്നലെ രാത്രിക്കത്തെ ബിരിയാണി എനിക്ക് വേണം. ഞാൻ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയപ്പോ കൊറേ അധികം ആയിപ്പോയി എന്നല്ല, ഇന്റൻഷനലി അധികം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു 3-4 ദിവസത്തേക്ക് ഓടിക്കാനുള്ള മോതലുണ്ട്. അപ്പൊ യെസ്, അതാണ് ഇന്നത്തെ എന്റെ ചിക്കൻ. ഞങ്ങൾക്ക് ഇനി കുറച്ച് മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. പ്രത്യേകിച്ച് എവിടെ പോവാനിടമില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട്. ഇതാണ് നമ്മുടെ മുരിങ്ങയില. അതെ, ഇത് പൊട്ടി വീണിട്ടുണ്ടേ. പടച്ചോനെ, ഇതായിരുന്നു കേട്ടോ മുരിങ്ങ. പാവം, എന്താ അവസ്ഥ. ഇങ്ങനെ വിട്ടേക്കല്ലേ. സാരമില്ല, ഇതെപ്പോഴോ ഇത് പൊട്ടി എനിക്ക് തോന്നുന്നു ഈ മഴയത്തായിരിക്കുന്നു. അല്ല, ജീനക്കുള്ളത് എന്നാ കൈയുണ്ട്. അപ്പോ ഇത് പൊട്ടിക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. ഇത് അത്യാവശ്യം നല്ല വലിയ മരമായിരുന്നു. കാറ്റത്ത് വീണെന്ന് തോന്നുന്നു. ചിലത്ത് വരുന്നുണ്ട്. അപ്പൊ ഫ്ലോപ്പായി പോയി. ഇവിടെ കല്ലിറക്കിയത് എവിടെയുണ്ട്? ശരി, ഇല്ല, ഇവിടെ വെറുതെ വെച്ചിന്. വീണ്ടും കട്ട റിട്ടേൺ ചെയ്യാൻ കിട്ടാൻ റൗണ്ട് അടിക്കുന്നോ? റൗണ്ട് അടിക്കാം. എവിടെ ചിക്കൻ? എവിടെ? ചിക്കൻ കമ്പനിയടുത്ത്. ചിക്കൻ മേടിപ്പോ നമ്മ പിന്നെ പറഞ്ഞില്ല പോകാനില്ല. ഇന്ന് ഒരു മാതിരി ക്ലൈമറ്റാണ്. മഴയില്ല, വെയിലുമില്ല. എന്താച്ചാ ഒരു വികാരവശ. ഞങ്ങളൊന്ന് ജസ്റ്റ് ഇന്നലെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവിടെ അയ്യോടാ, നമ്മുടെ മൂന്നൊക്കെ വീഡിയോസ് ഒക്കെ ഇവിടെയായിരുന്നു കേട്ടാ. അവിടെ ഒന്ന് കറങ്ങിട്ട് വന്നാലും അവിടെ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരട്ടെ. അയ്യോ, ഞങ്ങളുടെ ഹെലിപ്പേഡ് മാറുകയും ഇന്നലെ വൈകിട്ട് വരെ ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല. എന്തോ സംഭവിച്ചു, എന്തോ പറ്റും. ഇങ്ങനെ കടലൊന്നും കാണുന്നുണ്ടായില്ല കേട്ടാ. എന്തൊക്കെ മരങ്ങളൊക്കെ ഇവിടെ. എതിലിനൊക്കെ ഇവിടെ ഇരുന്ന് കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിട്ട്. എന്നാലും ഇത് ഭയങ്കര ചീത്തായി പോയിട്ട്. നോക്കിക്കേ, ഇവിടൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ പ്രഹസനം കാണിച്ച സ്ഥലം. ഇനി നമ്മുടെ പ്രഹസനം താങ്ങാണ്ട് വെളുപ്പിച്ചതാണോടാ. അതില്ല, നല്ല വീടുണ്ടാകും. ശരി, ഈ ഒരു സ്പോട്ടില്ലേ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ ഉള്ള സ്പോട്ടാണ്. അപ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റാത്തൊരു സ്പോട്ടാണ് ഇതൊക്കെ. ഇന്നലെ റീലെടുത്ത സ്ഥലമാണ്. ഇന്നലെ റീലെടുക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ മരങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നോനിപ്പഴം, മൂളോക്ക, അതൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമായിരുന്നു അവിടെ. സങ്കടം. ആകെ നമ്മുടെ നാട്ടിലിപ്പോ നോനിപ്പഴം ഉള്ള സ്പോട്ടിലായിരുന്നു. അതും പോയി. നെക്സ്റ്റ് ജനറേഷൻ ഭാഗ്യമില്ല. ഞങ്ങള് കണ്ടതോ കണ്ടു. ആർക്കെങ്കിലും റെഫറൻസ് ആയിട്ട് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഐലൻഡ് കാണിക്കാൻ പറ്റും. കറക്കം വന്നുകൊണ്ട് ഒരു തുടങ്ങി. അങ്ങനെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഇന്നലെ ഒരു മീൽ പ്രിപ്പറേഷൻ, 1 വീക്കിലേക്കുള്ള മീൽ പ്രിപ്പറേഷൻ ചെയ്തിട്ട് എല്ലാം ഒന്നും ഫുള്ളായിട്ടുണ്ടായില്ല. അപ്പൊ ഇന്നും സൺഡേ അല്ലേ, ഇന്നും കൂടി ചെയ്തിട്ട് ഇങ്ങനെ പുക, ഇതാരോ പുകയ്ക്കുന്നു. അപ്പൊ ഇന്നും കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താന്ന് വെച്ചു. അപ്പൊ എനിക്കില്ലേ ബിരിയാണി, തമിഴ്നാട് ബിരിയാണി ബേസും കൂടി ഉണ്ടാക്കണം.
അതിന് നമുക്ക് കുറച്ച് മിൻറ്റ് പൊട്ടിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം മിൻറ്റൊക്കെ നോക്കാണ്ട് നല്ല വൃത്തികേടായിട്ടുണ്ട് കണ്ടോ. ഞാൻ കുറച്ച് മിൻറ്റ് പൊട്ടിക്കട്ടെ. ഇപ്പം മിൻറ്റൊക്കെയാണ് ഈ തമിഴ്നാട് ബിരിയാണീൻ്റെ മെയിൻ സാധനമാണല്ലോ ഫ്ലേവറിന്. അപ്പോൾ എനിക്കാണെങ്കിൽ മിൻറ്റ് ബിരിയാണിക്ക് ഇട്ടാൽ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഒരു മഴ പെയ്തിട്ടൊക്കെ ഒരു എന്തോ പോലെ ആയിട്ടുണ്ട്. വേണ്ടോ ഇതൊക്കെ മൂടി വെച്ചു കൊടുക്കും. ആവുന്നെങ്കിൽ ആവട്ടെ അല്ലേ. ഒട്ടും തന്നെ ബലമൊന്നുമില്ല. നല്ല വെയില് ഇവിടത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകുണ്ട്, മുളകും കൂടി പൊട്ടിക്കാന്ന് വെച്ചു. പിന്നെ ഇത് ഈ ഉണ്ടമുളക്, ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. ഉണ്ടമുളക് കുറച്ച് സീഡിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചുണ്ട്. ഇത് അയ്യോ അല്ലെങ്കിൽ വെണ്ടായിട്ടുണ്ട്. മൂത്തതാണോന്ന് എനിക്കറിയില്ല. ഇത് മൂത്തിട്ടില്ല. അതും കൂടി പൊട്ടിച്ചേക്കാല്ലേ. ഇത് കട്ട് ചെയ്യാം. അയ്യോ പൊട്ടി. വെണ്ട കുറച്ചായിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിക്കട്ടെ. എനിക്ക് ഫോണും പിടിച്ച് ശരിയാവുന്നില്ല. പിന്നെ പൊട്ടിക്കാൻ പാകത്തിന് ഒരു പാവയ്ക്കുണ്ട്. അത് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നോക്കിക്കോ ഒരു സാധനം. ബീൻസ് മുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് സെയിം കളറായിട്ട് കാണുന്നില്ല. കൊണ്ട് ഒരു സാധനം കൂടി കിട്ടിയത് കുറുമട്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചുമ്മാ ഇവിടെ ആവും. നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ വൈൽഡ് വെറൈറ്റി, അടിപൊളി. അപ്പോൾ നോക്കിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ സംഭവം ഒരിത്തിരി മിൻറ്റ് പൊട്ടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് നോക്കിയപ്പോൾ ഈ വെണ്ടയൊക്കെ പൊട്ടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. വെണ്ടയ്ക്ക് അപ്പോൾ വെണ്ടയ്ക്ക് പൊട്ടിക്കാണ്ടിരുന്നാലില്ലേ പെട്ടെന്ന് മൂത്തു പോവും. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഇത്ര സാധനം കിട്ടി. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായില്ലേ മുരിങ്ങ, അതൊന്ന് കഴുകാൻ വേണ്ടി റെഡിയാക്കി ഇരിക്കുകയാണ്. ഇതിലേക്ക് വന്നിട്ട് ഇത് മൊത്തം ഒന്ന് കഴുകിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കുന്നതാണ് ഇന്നത്തെ പരിപാടി. മുരിങ്ങയിലൊക്കെ നല്ല രീതിയിൽ ഒന്നും മഴ പെയ്തത് കൊണ്ട് അധികം പൊടിയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. അപ്പോൾ വേഗം തന്നെ കഴുകിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഇത്രയും കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് ഡ്രെയിൻ ആവാൻ വെച്ചിട്ട് ഒന്ന് ചുമ്മാ ഇങ്ങനെ വെച്ച് വിട്ടാൽ മതി നല്ലൊരു ക്ലോത്തിൽ. അത് പെട്ടെന്ന് തന്നെ അത് കൊഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതെ, ഇത് കുറച്ചുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ടായില്ലേ മുരിങ്ങയില, അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇന്നലെ ബിരിയാണി ആയിരിക്കും ഇന്ന് ചൂടാക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ നൈബേഴ്സ് അവരുടെ വീട്ടിൽ ഇന്ന് അവിടുത്തെ എന്തോ സൺഷൈഡ് വാർത്താണ്. അപ്പം നമ്മുടെ നാട്ടിൽ വീട് വാർപ്പ് എന്തെങ്കിലും ഉള്ള ദിവസം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കും. കേരളത്തിൽ എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ വീട്ടുകാരാണ് കൊടുക്കാറ്. അപ്പോൾ അവരുടെ എന്തോ വാർപ്പുണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷദ്വീപ് ബിരിയാണിയാണ് എനിക്ക് തന്നൊരു പ്ലേറ്റ്. കുറേ ഉണ്ടായിരുന്നു. അത് എനിക്ക് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ട് കഴിക്കുകയാണ്.
നല്ല ടേസ്റ്റ്. ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴുകി വെച്ചത് ഏതാണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഒരു വൈറ്റ് ക്ലോത്തിൽ വെച്ചാൽ മതി. വെച്ചാൽ തനി അത് നാളെ അതിൻ്റെ ഒരു ഇത് പൊക്കോളും. കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി വന്നാണ്. ഷോപ്പിംഗ് ഒന്നും അല്ല, എനിക്കൊരു ഡ്രസ് മെറ്റീരിയൽ മേടിക്കാം. ചാർലി പാൻറ്റിനും തക്കത്തെ ഏതെങ്കിലും ഉണ്ടോ? ഒരു ഡിസൈൻ കണ്ടാൽ പിന്നെ അതിനെ വൈക്കിളി തന്നെ. പാൻറ് എന്തെങ്കിലും അടിപ്പിപ്പാൻ ആവശ്യമുണ്ട്. ഇതെല്ലാം സെറ്റ് ആയിട്ട് എടുക്കണ്ടാക്കുകയിൽ മൊത്തത്തിൽ ഇതാ ഐ തിങ്ക് മാക്സി തുണി ബേബി. മാക്സി തുണിക്കന്നെ മാക്സിയെ പുച്ഛിക്കുന്നു. ആരാണ്ടായി ബ്ലാക്ക് പാൻറ് ടോപ്പ് ഇട്ടാ മതി. ഇത് സീ ത്രൂ ആകാം. പിന്നെ അയ്യൊരു മറ്റേ ഉളസിൽ നിൽക്കുന്നതാണ്. എന്നാലും ഇങ്ങേങ്ങില്ലേ ഇത് ഹരമുണ്ട് സംഭവം. തുണി ഹരമുണ്ടാ? സീരിയസ് ആയിട്ട് ഇതാണോ നല്ലത്? ആ, അതാണ് നല്ലത്. ഇത് അത് വേണ്ട, അതെന്തോ ഒരു ഹരമില്ല. മാക്സി പോലെ ഉണ്ട്. ഇത് മതി. ഞാൻ വേറൊരു തുണി കണ്ടിനെ, ഇതാണ് ഹരം. ഇരു എത്രയല്ലോ? 3 മീറ്റർക്ക് 390. 3 കൂടി 390. അപ്പൊ 4 മതിയായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് കറങ്ങിയപ്പോ പോലീസ് പിടിച്ചു. അപ്പൊ അതേ ടീമായിരുന്നു ഇപ്പൊ അവിടെ നിന്നത്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാം പക്ക ആയത് കൊണ്ട് ഇന്നലെ വിട്ടു. അതുകൊണ്ട് ഇന്ന് പിടിച്ചില്ല. പിന്നെ പറയാം, ഇവിടെ ഞാനും ജീവൻ എല്ലാം വരുമ്പോ ആരും ഉണ്ടാവല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒക്കെ നല്ല റഷ്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വന്നു. നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ കാണില്ല. ഇന്നലെയാണോ വന്നാറ് മാതിച്ച്? അല്ലടാ, സാറ്റർഡേ അല്ലേ? ആ, ഇന്നലെ വന്നു. ഇതിപ്പോ 3rd ഡേ ആണ് ഞാനും ജിനി ഇതേ സ്പോട്ട്. ഇത് അതുള്ളതാ. ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കുത്തിയാവും. അപ്പൊ കുറച്ച് റഷൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ചെറിയ കട്ടൻ കാപ്പി അടിക്കാൻ പറ്റും. ഭയങ്കര മുഖം നോക്കെ. അപ്പോൾ ഞാൻ ജീനേൻ്റെ കൂടെ പോയിട്ട് വന്നിട്ട് ഒരു കറക്കം കറങ്ങി, വേറൊരു കറക്കം കറങ്ങി. എന്നിട്ട് ഇപ്പോൾ എൻ്റെ മാമനുണ്ട്. അപ്പം മാമൻ്റെ കൂടെ ഒരു ചെറിയ ഔട്ടിങ് ഉണ്ട്. ഒരു ചായ കമ്പനി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒന്ന് ഇറങ്ങുക പുറത്തേക്ക്. രണ്ടെണ്ണം കൂടി എടുത്തിന്. ഇല്ല. അങ്ങനെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഈ ഒരു സമയം ഒരു ചെറുതായിട്ടൊരു ചായ കമ്പനി കൊടുക്കാറ് പതിവാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഒരു സൺഡേ, ഫുൾ സൺഡേ. എൻ്റെ ഇന്നത്തെ സൺഡേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വർക്ക് ചെയ്ത പോലത്തെ ഒരു ഫീൽ, ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യെസ്, അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.